മരങ്ങൾ കടപുഴകി വീഴുന്ന ശബ്ദമില്ല. മുൻകൂട്ടി തരുന്ന ചിഹ്നം വിളിയുമില്ല. ഉണങ്ങിയ ഇലകൾക്ക് മുകളിലൂടെ നടക്കുമ്പോൾ ഒരു ഇലയനക്കം പോലും ഇല്ലാതെ കനത്ത മൂടൽമഞ്ഞിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രേതം. അത് വെറുമൊരു കാട്ടാനയായിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണകൂടത്തെ പോലും വിറപ്പിച്ച വയനാടൻ കാടുകളിലെ ബന്ദിപ്പൂർ മോഴയാനയായിരുന്നു. എന്തിനായിരുന്നു അവൻ മനുഷ്യരെ വേട്ടയാടിയത്? നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് ഒരു ആനവേട്ടയുടെ കഥയാണ്. ജോൺ മോറിസ് എന്നൊരു വേട്ടക്കാരൻ നടത്തിയ ആനവേട്ടയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള കഥകളാണ്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കല്ലേ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. വർഷം 1891. കർണാടകയും കേരളവും തമിഴ്നാടും ഒന്നിച്ചു ചേരുന്ന വയനാടൻ കാടുകളുടെ അതിർത്തി. കനത്ത മഞ്ഞും കറുത്ത വനങ്ങളും കൂടി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ സന്ധ്യ മയങ്ങിയാൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നോ ഗുണ്ടല്ലൂരിൽ നിന്നോ ആരും പുറത്തിറങ്ങിയിരുന്നില്ല. അതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർ അവിടെ ഉണ്ടാകുന്ന ഒരു ഇലയനക്കം പോലും അവരുടെ ശരീരം മരവിപ്പിച്ച് നിർത്താൻ പോകുന്ന അത്രയും ഭയം നൽകാൻ കേൾപ്പുള്ളവയായിരുന്നു. അതിന് കാരണം ആ കാടുകൾ ഭരിച്ചിരുന്നത് സാധാരണ ഒരു മൃഗമായിരുന്നില്ല എന്നതാണ്. ആരും കണ്ടാൽ വിറച്ചു പോകുന്ന കരിങ്കല്ലിൽ വെട്ടി ഉണ്ടാക്കിയതുപോലെയുള്ള കൂറ്റൻ ശരീരമുള്ള ഒരു മോഴയാനയായിരുന്നു ആ പ്രദേശം അന്ന് ഭരിച്ചിരുന്നത്. സാധാരണ കാട്ടാനകൾ മുന്നറിയിപ്പ് ഗർജനങ്ങൾ നടത്താറുണ്ടല്ലേ? അവയ്ക്ക് ശത്രുക്കളെ കുത്തിക്കീറുവാൻ വേണ്ടി രണ്ട് വലിയ നീണ്ട കൊമ്പുകളും ഉണ്ടാകും. എന്നാൽ ഈ മോഴയാനയ്ക്ക് കൊമ്പുകളില്ലായിരുന്നു. പക്ഷേ ആ കൊമ്പില്ലായ്മയായിരുന്നു അവനെ കൂടുതൽ ഭയാനകമാക്കിയിരുന്നത്. അവൻ തികഞ്ഞ നിശബ്ദതയിലായിരുന്നു എങ്ങും സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. എന്തിലേറെ പറയണം, അവൻ തികഞ്ഞ നിശബ്ദതയിലായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. വൻമരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഉണങ്ങിയ ഇലകൾ പോലും അവൻ്റെ കാൽക്കീഴിൽ ശബ്ദമുണ്ടാക്കിയിരുന്നില്ല. കനത്ത മൂടൽമഞ്ഞിൽ അവനൊരു പ്രേതത്തെ പോലെയായിരുന്നു പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. അന്ന് വൃശ്ചിക മാസത്തിലെ കൊടും തണുപ്പുള്ള പുലർച്ചെയായിരുന്നു. സുൽത്താൻ ബത്തേരിയിലെ വലിയ തോട്ടം ഉടമകളുടെ ക്ലർക്കായിരുന്ന രാമയ്യൻ ബ്രിട്ടീഷ് എസ്റ്റേറ്റിലെ കൂലിപ്പണിക്കാരുടെ ശമ്പളവും വഹിച്ച് ഗൂഡല്ലൂരിലേക്ക് കുതിരപ്പുറത്ത് യാത്ര തിരിച്ചു. തമിഴ്നാട് ബ്രാഹ്മണനായിരുന്ന രാമയ്യ വയനാടൻ കാടുകളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിൻ്റെ ധൈര്യത്തിലായിരുന്നു അയാൾ കുതിരപ്പുറത്ത് കയറി അവിടേക്ക് യാത്ര തിരിച്ചത്. അങ്ങനെ സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് നൂൽപ്പുഴ അതിർത്തിയോട് അടുത്തപ്പോൾ മൂടൽമഞ്ഞിന് കട്ടി കൂടി. കുതിര പെട്ടെന്ന് മുൻകാലുകൾ വായുവിൽ ഉയർത്തി ഉറക്കെ കുതിരച്ചാട്ടം നടത്തി നിർത്തി. അവിടെ തന്നെ നിന്നു. അതിന് മുന്നോട്ട് പോകുവാൻ ഭയമായിരുന്നു. ഏയ്, എന്താ ഇത്? ഓട് കുതിരേ! രാമയ്യ കുതിരയുടെ ഞാണ് വിളിച്ചടിച്ചു. ഷൂസ് കൊണ്ട് വയറ്റിൽ തട്ടി. എന്നിട്ടും കുതിര മുന്നോട്ട് പോകാൻ വിസമ്മതിച്ചു. എത്ര ശ്രമിച്ചിട്ടും കുതിര മുന്നോട്ട് പോകുവാൻ തയ്യാറായില്ല. അങ്ങനെ പെട്ടെന്ന് അന്തരീക്ഷത്തിൻ്റെ മട്ടും പടുതിയും മാറി. എവിടെ നിന്നോ ഒരു കാറ്റ് അദ്ദേഹത്തിന് നേരെ അടിച്ചു. ആ കാറ്റിൽ ആനയുടെ ചൂരുണ്ടായിരുന്നു. ആനയുടെ ചൂരെന്നാൽ ആനയുടെ ഗന്ധം. രാമയ്യയ്ക്ക് കാര്യം മനസ്സിലായി. അവിടുത്തെ ആ കനത്ത നിശബ്ദതയിൽ രാമയ്യയുടെ കാതുകളിലേക്ക് മറ്റൊരു ശബ്ദം കൂടി വന്നെത്തി. അത് മറ്റൊന്നുമായിരുന്നില്ല, ആനയുടെ അമറലിൻ്റെ ശബ്ദമായിരുന്നു. ശബ്ദം കേട്ട ദിശയിലേക്ക് രാമയ്യ നോക്കി. വഴിയരികിൽ നിന്നിരുന്ന വൻമരങ്ങൾക്കിടയിൽ മൂടൽമഞ്ഞുകൾക്കിടയിൽ നിന്നും ഒരു കൂറ്റൻ പാറ പോലെയുള്ള ഒരു രൂപം പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ആ രൂപത്തിന് കൊമ്പുകളില്ലായിരുന്നു. ഭീമാകാരമായ തലയും തീക്കണൽ പോലെ ജ്വലിക്കുന്ന കണ്ണുകളുമായിരുന്നു അതിനുണ്ടായിരുന്നത്. ആ മോഴയാനയ്ക്ക് രാമയ്യ ഭയന്നു വിറച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ തോക്കെടുക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അതിനു മുന്നേ എല്ലാം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ആന തൻ്റെ തുമ്പിക്കൈ ചുഴറ്റി രാമയ്യെ അടിച്ചു. അടികൊണ്ട രാമയ്യ ബോധം കെട്ട് നിലത്തേക്ക് വീണു. അതിനുശേഷം കുതിരയെ ആന ചുറ്റിയെടുത്ത് വനത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് നിലത്ത് കിടക്കുന്ന രാമയ്യെ അവൻ വീണ്ടും തൻ്റെ തുമ്പിക്കൈ ചുറ്റിയെടുത്തു. മുകളിലേക്ക് ഉയർത്തി ചുഴറ്റി അടുത്തുണ്ടായിരുന്ന പാറക്കെട്ടിലേക്ക് വീശിയടിച്ചു. ആ ഒറ്റയടി മതിയായിരുന്നു രാമയ്യയുടെ ജീവനെടുക്കുവാൻ. തൻ്റെ ജീവനിട്ട ശരീരം അവിടെ കിടക്കുമ്പോൾ ആ മോഴയാന മറ്റൊരു കാര്യം കൂടി ചെയ്തു. അതല്പം വിചിത്രമായി നിങ്ങൾക്ക് തോന്നും. അവിടെ ഉണ്ടായിരുന്ന ചുറ്റുമുള്ള
ഈ മരത്തിൻ്റെ ചില്ലകളും ഉണങ്ങിയ പുല്ലുകളും മറ്റും എടുത്തുകൊണ്ടുവന്ന് അവിടെ ചത്തു കിടന്നിരുന്ന രാമയ്യയുടെ ശരീരം അത് മറച്ചു വെച്ചു. മറ്റൊരാനകളും ചെയ്യാത്തതുപോലെയുള്ള പ്രവൃത്തിയായിരുന്നു ആ മോഴയാന അപ്പോൾ അന്ന് അവിടെ നടത്തിയിരുന്നത്. നമ്മൾ ഇതിനു മുന്നേ പല ആനകളുടെ കഥകളും ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ഒരു കഥകളിലും ഇങ്ങനെ സ്വഭാവമുള്ള ഒരു ആനയെപ്പറ്റി നമ്മൾ പരാമർശിച്ചിട്ടില്ല, അങ്ങനെ കേട്ടിട്ടുമില്ല. എന്നാൽ ഈ ആനയുടെ സ്വഭാവം ഇത് തന്നെയായിരുന്നു. സമയം ഇത്രയും വൈകിയിട്ടും രാമയ്യ എസ്റ്റേറ്റിൽ വരാത്തതിനെ തുടർന്ന് ഒരു തിരച്ചിൽ സംഘം അദ്ദേഹത്തെ തിരക്കി വനത്തിലേക്ക് പോയിരുന്നു. അവർ വഴിയരികിൽ തന്നെ വെച്ച് കണ്ടിരുന്നു ചിതറിക്കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ സാധന സാമഗ്രികളും ചവിട്ടി അരയ്ക്കപ്പെട്ട കവറുകളുമെല്ലാം. അങ്ങനെ അവർ അതും കണ്ടു. മരച്ചില്ലകൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ച രീതിയിൽ രാമയ്യയുടെ തകർന്നു പോയ ശരീരം കിടക്കുന്നത്. ആ ശരീരം കിടക്കുന്ന കിടപ്പ് കണ്ടാൽ തന്നെ ഇതിന് പിന്നിലെ മൃഗം ഏതാണെന്ന് തിരിച്ചറിയുവാൻ കഴിയും. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന കാൽപ്പാടുകളും അത് ആരുടേതാണെന്ന് വിളിച്ചറിയിക്കാൻ പോകുന്ന ഒന്നായിരുന്നു. ഈയൊരു കൊലപാതകമായിരുന്നു ബന്ദിപ്പൂരിലെ മോഴയാന നടത്തിയ ആദ്യത്തെ ചോരക്കളി. രാമയ്യയുടെ കൊലപാതകത്തിന് ശേഷം കാട്ടിൽ ആക്രമണങ്ങളുടെ പരമ്പര തന്നെയാണ് നടന്നത്. 2 വർഷങ്ങൾക്കിടയിൽ ആ മോഴയാന കൊന്നത് ഏകദേശം 12 പേരെയാണ്. ബ്രിട്ടീഷ് ഫോറസ്റ്റ് വകുപ്പിലെ ധീരനായ ഒരു ഗാർഡായിരുന്നു അബ്ദുള്ള. അദ്ദേഹമാണ് പിന്നീട് അവൻ്റെ 2ാമത്തെ ഇരയായി തീർന്നത്. ഏതൊരു ആനയും, എത്ര വലിപ്പമുള്ള ആനയും ഭയപ്പെടുത്തി ഓടിക്കാറുള്ള അബ്ദുള്ള ഈ മോഴയാനയുടെ മുന്നിൽ പെട്ടപ്പോൾ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന തോക്കെടുക്കുവാൻ പോലുമുള്ള സമയം ആ കാട്ടാന അയാൾക്ക് നൽകിയില്ല. കാരണം അത് വന്നതും പോയതും ഒന്നും ആരും അറിയില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. അബ്ദുള്ള തൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ മാത്രമാണ് ഒരാന തൻ്റെ സമീപത്തുള്ള കാര്യം പോലും അറിഞ്ഞത്. അത്രയും നിശബ്ദമായിരിക്കണം അബ്ദുള്ളയുടെ പിന്നിൽ ആന പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് അവനെ ഭയപ്പെടുത്തി വനത്തിലേക്ക് ഓടിക്കാൻ കഴിയാതെ പോയത്. തോക്കെടുക്കുന്നതിന് മുന്നേ തന്നെ തുമ്പിക്കൈ കൊണ്ട് അബ്ദുള്ളയെ അവൻ ചുറ്റിയെടുത്തു. അടുത്തുണ്ടായിരുന്ന ഈട്ടിമരത്തിലേക്ക് ആഞ്ഞടിച്ചു. തല ചിതറിയാണ് അബ്ദുള്ള മരിച്ചത്. പിന്നീട് ശരീരം അവിടെ ഉപേക്ഷിച്ച് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ആ വലിയ കാട്ടിലേക്ക് അവൻ അപ്രത്യക്ഷമായി. ഈ മോഴയാനയുടെ ജനനം ബന്ദിപ്പൂർ വനത്തിൽ എവിടെയോ ആയിരിക്കണം. മനുഷ്യന് മേൽ എന്തിനാണ് ഇത്രയും ക്രൂരത കാണിക്കുന്നതെന്ന് അതുവരെയും ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ എല്ലാവർക്കും ഒരു കാര്യം അറിയാം, അത് മസ്ത് എന്ന അവസ്ഥയിലായിരുന്നില്ല എന്ന്. പിന്നീട് 3ാമതായി അവൻ ഇരയായി തീർന്നത് കാട്ടിലേക്ക് തേൻ ശേഖരിക്കുവാൻ പോയ കാട്ടുനായ്ക്കൽ വിഭാഗത്തിൽപ്പെട്ട വാളൻ എന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവൻ്റെ അവസ്ഥ അതിപരിതാപകരമായിരുന്നു. ഇത്രയും ആളുകളെ അവൻ എറിഞ്ഞാണ് കൊന്നതെങ്കിൽ വാളൻ്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. തൻ്റെ ആദിവാസി ഊരിൽ നിന്നും നേരം പുലർന്നപ്പോൾ വനത്തിനുള്ളിലേക്ക് തേൻ ശേഖരിക്കുവാൻ പോയതായിരുന്നു അവൻ. പിന്നീട് അവൻ ആ ഗ്രാമത്തിലേക്ക് തിരികെ എത്തിയിട്ടില്ല. സമയമേറെ വൈകിട്ടും അവനെ കാണാത്തതിനെ തുടർന്നാണ് അവിടുത്തെ ആളുകൾ അവനെ തിരക്കി വനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ വനത്തിലൂടെ അവൻ പോകുവാനിടയുള്ള ആ സ്ഥലത്തെത്തിയപ്പോൾ, അതായത് അവിടെയുള്ള ആളുകൾക്ക് വളരെ കൃത്യമായി അറിയാം തേൻ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്, അല്ലെങ്കിൽ തേനീച്ചകൾ എവിടെയെല്ലാമാണ് കൂടുകൂട്ടിയിരിക്കുന്നതെന്ന്. അതിലെ ഒരു സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്, അതായത് അവൻ ഊരിൽ നിന്നും ഇറങ്ങിയത്. ആ സ്ഥലത്തേക്കാണ് അവർ എത്തിയത്. പോകുന്ന വഴിയിൽ വെച്ച് തന്നെ അവർ കണ്ടു അവൻ്റെ തകർന്നു കിടക്കുന്ന ശരീരം. ഒന്നും പറയുവാനുണ്ടായിരുന്നില്ല. അത് ചെയ്തത് ആരാണെന്ന് അവിടെ വ്യക്തമായിരുന്നു. ആ മണ്ണിൽ ആ വലിയ കാലടികൾ പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു പക്ഷേ ആന തുമ്പിക്കൈ കൊണ്ട് അവനെ അടിച്ച് നിലത്തിട്ട ശേഷം അവനെ ചവിട്ടി അരയ്ക്കുകയായിരിക്കാം ചെയ്തത്. എന്തായിരുന്നാലും ആ വലിയ കാലുകൾ അവൻ്റെ തലയിലേക്ക് പതിച്ച് അവൻ്റെ തലച്ചോറ് പുറത്തു വന്നാണ് മരിച്ചത്. ആ ശരീരത്ത് മറ്റു പരിക്കുകളോ പാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജീവനെടുത്ത ശേഷം ആ കാട്ടാന അവിടെ നിന്നും വനത്തിലേക്ക് അപ്രത്യക്ഷമായിരിക്കാം. ഈ സംഭവം നടന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരു വിചിത്രമായ സംഭവം അവിടെ അരങ്ങേറി. രാത്രിയായി കാണും. ബ്രിട്ടീഷ് തേയില എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ അടുത്ത് തന്നെയാണുള്ളത്. അവിടേക്കാണ് പിന്നീട് ആ കാട്ടാന പോയത്. ലയങ്ങളെ ചുറ്റി ഒരു ചെറിയ വേലി ഉണ്ടായിരുന്നു, ചെറിയ വേലിക്കെട്ട്. അത് തകർത്ത് ആ കാട്ടാന ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആ ലയത്തിനുള്ളിൽ താമസിച്ചിരുന്ന കങ്കാണിയെയാണ് അവൻ പിന്നീട് ലക്ഷ്യം വെച്ചത്. അവർ താമസിച്ചിരുന്ന ലയത്തിൻ്റെ മേൽക്കൂര പൊടിക്കുകയും കട്ടിൽ കടന്നുറങ്ങിയിരുന്ന അവരെ അവിടെ നിന്നും ചുഴറ്റിയെടുത്ത് പുറത്തേക്ക് ഇടുകയും ചെയ്തു. അതിനുശേഷം അവരുടെ അലർച്ച അവിടെ ഉയർന്നതോടെ ആളുകളെല്ലാം ഉണർന്നു. അപ്പോഴേക്കും അവിടെ നടക്കേണ്ടത് നടന്നു കഴിഞ്ഞിരുന്നു. ആന അവളെ നിലത്തിട്ട് ചവിട്ടി അരച്ചു. ആളുകൾ ഉണർന്ന് പുറത്തേക്ക് എത്തിയപ്പോഴേക്കും അവൻ അവിടെ നിന്നും സ്ഥലം കാലിയാക്കുകയും ചെയ്തു. ഈയൊരു സംഭവം കൂടെ അവിടെ അരങ്ങേറിയതോടെ ആ പ്രദേശം മുഴുവൻ ഭീതിയിലാണ്ടു. കാട് മുഴുവൻ ഭീതിയിലാണ്ടു.
വനത്തിലേക്ക് പോകുവാൻ വനപാലകർക്കും അതുപോലെ തന്നെ വേട്ടക്കാർക്കും ഒരുപോലെ തന്നെ ഭയമായി. ഈ മോഴയാന വെറും ഒരു മൃഗമല്ല, വനദേവത അയച്ച ഏതോ ഒരു യമനാണെന്നാണ് അവിടുത്തെ കാട്ടുവാസികൾ വിശ്വസിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ എസ്റ്റേറ്റുകളുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമെന്ന ഒരു ഘട്ടമെത്തി. ഈ വിവരം നീലഗിരിയിലെയും മദ്രാസിലെയും ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കാതുകളിലെത്തി. അവർ അതിനെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. 1894 ഒക്ടോബർ മാസം മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ വണ്ടി ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മോറിസ് എന്നായിരുന്നു. ആരാണ് ജോർജ് മോറിസ്? ആഫ്രിക്കൻ വനങ്ങളിൽ സിംഹങ്ങളെയും ആസാമിലെ കാടുകളിൽ നരഭോജികളായ കടുവകളെയും വേട്ടയാടി പ്രശസ്തനായ നായാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ തോളിൽ അക്കാലത്തെ ഏറ്റവും പ്രകടശേഷിയുള്ള ഇരട്ടക്കുഴലുള്ള .50 അഡാപ്റ്റ് എക്സ്പ്രസ് റിഫ്ലെക്സ് റൈഫിളായിരുന്നു ഉണ്ടായിരുന്നത്. നീണ്ട മീശയും കൂർത്ത കണ്ണുകളുമുള്ള മോറിസ് വെറുമൊരു നായാട്ടുകാരനായിരുന്നില്ല, മൃഗങ്ങളുടെ മനഃശാസ്ത്രം വ്യക്തമായി അറിയാവുന്ന ഒരു തന്ത്രശാലി കൂടിയായിരുന്നു. വണ്ടി ഇറങ്ങിയ മോറിസിനെ നൽകുവാൻ ഒരു ഉത്തരവ് മാത്രമായിരുന്നു മദ്രാസ് പ്രസിഡൻസിക്ക് ഉണ്ടായിരുന്നത്. ആ ഉത്തരവ് ഇതായിരുന്നു: ആ മോഴയാനയെ വെടിവെച്ച് കൊല്ലുക, അതിൻ്റെ തലയോട്ടി എടുത്തുകൊണ്ടുപോയി ലണ്ടനിലെ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുക. ഈ ഒരു ഉത്തരവാദിത്തം മാത്രമായിരുന്നു ജോൺ മോറിസിന് അന്നുണ്ടായിരുന്നത്. ജോൺ മോറിസ് പോയത് സുൽത്താൻ ബത്തേരിയിലെ ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്കായിരുന്നു. അവിടെ വെച്ചാണ് ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നടത്തിയത്. അവിടെ വെച്ച് അയാൾ പ്രദേശവാസികളെയും വനപാലകരെയും തോട്ടമുടമകളെയുമെല്ലാം വിളിച്ചുകൂട്ടി അദ്ദേഹത്തിന് ആ മോഴയാനയെപ്പറ്റി അറിയാനുള്ള കാര്യങ്ങളെല്ലാം തിരക്കുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. എന്നാൽ എവിടെ എത്തിയ ആളുകളുടെ മുഖത്ത് അദ്ദേഹം നിഴലിച്ച് കണ്ടത് ഭയമായിരുന്നു. അവർ വിറയ്ക്കുകയായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ മുന്നിലേക്ക് വന്നു. മോറിസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതുപോലെ അത് സാധാരണ ഒരു ആനയല്ല. ഇവിടുത്തെ ഗ്രാമവാസികളും അതുപോലെ തന്നെ കാട്ടിലെ ആദിവാസികളും പറയുന്നത് അതൊരു പ്രേതമായിട്ടാണ്. അവൻ്റെ ശരീരത്തിൽ തോക്കിൻ്റെ വെടിയുണ്ടകൾ ഏൽക്കില്ല. അത് മൂടൽമഞ്ഞിലൂടെ വരും, നിങ്ങളെയും അത് കൊല്ലും. എന്നിട്ട് അത് തിരിച്ച് മൂടൽമഞ്ഞിലൂടെ തന്നെ പോകുകയും ചെയ്യും. ഇത് കേട്ടതും മോറിസ് ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു, പുച്ഛത്തോടെ നോക്കി. എന്നിട്ട് അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന .450 എക്സ്പ്രസിൻ്റെ തോക്കിൻ്റെ കാട്രിഡ്ജ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഉണ്ട കണ്ടോ, ഈ വെടിയുണ്ട, ഇത് ഏതൊരു കാട്ടാനയുടെയും തല തുളയ്ക്കാൻ പോകുന്ന ഒന്നാണ്. നിങ്ങൾ നോക്കിക്കോ, 2 ദിവസത്തിനുള്ളിൽ ആ മോഴയാനയുടെ തലയുണ്ടല്ലോ എൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കും, കാൽച്ചുവട്ടിൽ. എന്നാൽ അവിടുത്തെ കാടിൻ്റെ നിയമം മോറിസ് വിചാരിച്ചതിനേക്കാളും വലുതായിരുന്നു. പിറ്റേ ദിവസം തന്നെ പുലർച്ചെ സൂര്യൻ കാടുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവർ പുറപ്പെട്ടു. അവർ എന്നാൽ ജോൺ മോറിസണും ഒപ്പം കാട്ടുനായ്ക്ക ഗോത്രത്തിൻ്റെ തലവനായിരുന്ന കരിയൻ എന്ന മൂപ്പനും. അദ്ദേഹത്തെ കൂടെ കൂട്ടുവാൻ ഒരു കാരണം കൂടെയുണ്ട്. അവിടുത്തെ ആളുകൾ പറയുന്നത് പ്രകാരം വയനാടൻ കാടുകളിലെ ഇലകൾ അനങ്ങുന്ന ശബ്ദം കേട്ടാൽ പോലും അത് ഏത് മൃഗമാണെന്ന് പറയുവാൻ കഴിവുള്ള ഒരു അപൂർവ സിദ്ധിയുള്ള ഒരാളാണ് ഇദ്ദേഹം എന്നാണ് പറയപ്പെടുന്നത്. കാട്ടിലെ വഴികളെല്ലാം അദ്ദേഹത്തിന് മനഃപാഠമാണ്. തൻ്റെ കയ്യിലെ രേഖ പോലെ തന്നെ അദ്ദേഹത്തിന് വഴികളെല്ലാം തന്നെ അറിയാം. അതുകൊണ്ടൊക്കെയാണ് മോറിസൺ അദ്ദേഹത്തെ കൂടെ കൂട്ടിയത്. അങ്ങനെ അവർ കാട്ടിലൂടെ മുന്നിലേക്ക് നടന്നു. നടക്കുംതോറും വഴിയിൽ കണ്ട കാഴ്ചകൾ മോറിസനെ ചിന്തിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ തെറ്റിയോ എന്ന പോലും സംശയം അദ്ദേഹത്തിന് വരുത്തുന്ന രീതിയിലായിരുന്നു അത്. വഴിയരിയിൽ ഉണ്ടായിരുന്ന കൂറ്റൻ മരങ്ങളുടെ തോലുകൾ വലിച്ചുരിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ടീ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിൻ്റെ മൺചുവരുകൾ തകർക്കപ്പെട്ട രീതിയും അദ്ദേഹം കണ്ടു. ഇതെല്ലാം കണ്ട് വീണ്ടും അവർ മുന്നിലേക്ക് നടന്നു. ഒരു സ്ഥലം എത്തിയപ്പോഴേക്കും കരിയൻ പെട്ടെന്ന് നിലത്ത് നിന്നു. നനഞ്ഞ മണ്ണിൽ പതിഞ്ഞിരിക്കുന്ന കൂറ്റൻ കാൽപ്പാട് ആ ആദിവാസി ഊരിലെ തലവനായ മൂപ്പനുണ്ടല്ലോ മോറിസിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. സാഹിബ്, ഇത് അവൻ്റെ കാൽപ്പാടാണ്. കരിയൻ താഴ്ന്ന ശബ്ദത്തിലാണ് ഇത് പറഞ്ഞത്. ഇത് സാധാരണ ആനയുടെ കാൽപ്പാടല്ല സാഹിബ്. ഇതിൻ്റെ വിരലടയാളം കണ്ടോ? മുൻകാലിലെ 2 നഖങ്ങൾ തേഞ്ഞു തീർന്ന നിലയിലാണ്. ഇത് ആ മോഴയാനയുടെ കാൽപ്പാട് തന്നെയാണ്. അവൻ നമ്മളെ എവിടെയോ മറഞ്ഞിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട്. മോറിസ് തൻ്റെ തോക്ക് റീലോഡ് ചെയ്തു, ക്യാട്രിഡ്ജ് ഘടിപ്പിച്ചു, സേഫ്റ്റി ക്യാച്ച് റിമൂവും ചെയ്തു. അവൻ എവിടെയുണ്ട് കരിയൻ? അവൻ ഈ വനത്തിൽ തനിയല്ല സാഹിബ് ജീവിക്കുന്നത്. അവൻ്റെ മനസ്സ് നിറയെ വിഷമാണ്. സാധാരണ ആനകൾ നടക്കുന്നത് കൂട്ടത്തോടെയാണ്. എന്നാൽ ഈ മോഴയാനയുണ്ടല്ലോ, അവൻ അവൻ്റെ സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കുന്നില്ല. കാട്ടിൽ ഉച്ചമയക്കത്തിൻ്റെ നിശബ്ദത പടർന്നപ്പോൾ അവർ ഇരുവരും ഒരു കൂറ്റൻ ഈട്ടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്നിരുന്നു. അവിടെ അല്പനേരം വിശ്രമിക്കുവാൻ തീരുമാനിച്ചു.
ആ സമയം മോറിസ് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുക്കുകയും അതിന് തീ കൊളുത്തുകയും ചെയ്തു. എന്നിട്ട് കരിയനോട് ചോദിച്ചു, എന്തിനാണ് ഈ മോഴയാന മനുഷ്യരെ ഇങ്ങനെ ക്രൂരമായി കൊല്ലുന്നത്? ആനകൾ സാധാരണയായി ഭയം കൊണ്ടോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുമ്പോഴോ മാത്രമാണ് ഇങ്ങനെ ഈ രീതിയിൽ ആക്രമിക്കുക. എന്നാൽ ഇവനിപ്പോൾ മനുഷ്യരെ വേട്ടയാടുകയാണല്ലോ. കരിയൻ്റെ കണ്ണുകളിൽ വല്ലാത്ത ഒരു സങ്കടം പടർന്നു. അവൻ കാടിൻ്റെ വടക്കുഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, 1880കളുടെ തുടക്കത്തിൽ, അതായത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് പ്ലാന്റർമാർ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഈ കാടുകൾ കയ്യേറാൻ തുടങ്ങി. ഇവിടെ ഉണ്ടായിരുന്ന വൻമരങ്ങളെല്ലാം അവർ വെട്ടി വീഴ്ത്തി, വഴി വെട്ടി തെളിക്കുവാൻ തുടങ്ങി. ആനക്കൂട്ടങ്ങളെ തുരത്തുവാൻ വേണ്ടി എസ്റ്റേറ്റ് മേലാളന്മാർ കാടിന് തീയിട്ടു. മോറിസ് നിശബ്ദനായി അത് കേട്ടിരുന്നു. അന്ന് ഒരു രാത്രിയിൽ ഇതുപോലെ തീ പടർന്നു പിടിച്ചു. ഒരു വലിയ ആനക്കൂട്ടം ആ തീക്കെട്ടിന് അകത്ത് അകപ്പെട്ടുപോയി. കൂടെയുണ്ടായിരുന്ന പിടിയാനകളും കുട്ടിയാനകളും എല്ലാം വെന്തു മരിച്ചു. അന്ന് അവരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ ആനക്കുട്ടി ഉണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെയോ ആ തീയിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ അവൻ്റെ അമ്മ ആന തീ പടർന്ന് അവിടെ കത്തി നിന്ന് വീണു. തീയെല്ലാം അണഞ്ഞ ശേഷം ആനക്കുട്ടി അവിടേക്ക് വന്നു. ആ ശവത്തിന് കാവൽ നിന്നു. അവിടെ നിന്നു മാറുവാൻ ആനക്കുട്ടി തയ്യാറായില്ല. കരിയൻ മോറിസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, സാഹിബേ, അന്ന് ഈ വനത്തിന് തീയിട്ടത് ബ്രിട്ടീഷുകാരായിരുന്നു. അന്ന് പൊള്ളലേറ്റ ശരീരവുമായി അമ്മയുടെ മണം നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് ഓടിപ്പോയതായിരുന്നു ആ കുട്ടിയാന. ഇന്നത് വളർന്നിരിക്കുന്നു. ഇന്നത് ഒരു മോഴയാനയായി മാറിയിരിക്കുന്നു. സാഹിബെ, ഇപ്പോൾ അവൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരോടുള്ള ക്രൂരതയല്ല. അവൻ മനുഷ്യരോട് പ്രതികാരം ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതികാരം തീർക്കുകയാണ്. അവൻ്റെ അമ്മയെയും കൂട്ടത്തെയും കൊന്ന മനുഷ്യവർഗത്തോടുള്ള അടങ്ങാത്ത പകയാണ് ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോറിസിൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു വിറയൽ അനുഭവപ്പെട്ടു. താൻ വേട്ടയാടാൻ ഇറങ്ങിയിരിക്കുന്നത് ഒരു മൃഗത്തെയല്ല, മറിച്ച് മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് ഇരയായ ഒരു കാടിൻ്റെ ആത്മാവിനെ തന്നെയാണെന്ന് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായി. അങ്ങനെ അന്നത്തെ ദിവസവും വൈകുന്നേരം വരെയും അവർ ആ വനത്തിൽ ചെലവഴിച്ചെങ്കിലും മോഴയാനെ പറ്റിയുള്ള യാതൊരു വിവരവും അവർക്ക് ലഭിച്ചിരുന്നില്ല. വൈകുന്നേരമാകുമ്പോഴേക്കും അവർ തിരികെ ഗ്രാമത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ ഏകദേശം 2-3 ദിവസങ്ങൾ അവർ അങ്ങനെ തന്നെ വനത്തിലൂടെ അലഞ്ഞു നടന്നു. എന്നിട്ടും ആനയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ 5-ാമത്തെ ദിവസം, ഇത്തവണ അവർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് കേരളം തമിഴ്നാട് അതിർത്തിയിലുള്ള പൊന്മുടി താഴ്വരയിലൂടെ ആയിരുന്നു. അന്ന് ഏകദേശം ഉച്ച കഴിഞ്ഞ് മുതൽ കാറ്റും മഴയും ശക്തിപ്പെടുവാൻ തുടങ്ങിയിരുന്നു. മരങ്ങൾ കടപുഴകി വീഴുന്ന ശബ്ദം അങ്ങ് കേൾക്കാൻ സാധിക്കുമായിരുന്നു. മുകളിൽ നിന്നും മലനിരകളിൽ നിന്നുമെല്ലാം മൂടൽമഞ്ഞ് ഒരു വെള്ളച്ചാട്ടം പോലെ ഒഴുകി താഴ്വരയിലേക്ക് എത്തുവാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ അടുത്ത് 10 മീറ്റർ അപ്പുറമുള്ള കാഴ്ച പോലും വ്യക്തമായി കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അവിടെ സംജാതമായി തീർന്നത്. പെട്ടെന്നാണ് കരിയൻ മൂപ്പൻ മോറിസിൻ്റെ കയ്യിൽ ശക്തിയായി മുറുകെ പിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാഹിബ്, നിലം കുലുങ്ങുന്നുണ്ട്. ശരിയായിരുന്നു, വല്ലാതെ നിലം കുലുങ്ങുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. പിന്നെ പുറകിൽ നിന്നും ഒരു ശബ്ദവും കേട്ടു. അത് ഒരു ചിഹ്നം വിളിയായിരുന്നു, ഒരു മരണമണി പോലെ. തൊണ്ടക്കുഴിയിൽ നിന്നുള്ള അപായ സൂചനയായിരുന്നു അത്. പിന്നെ മുന്നിലേക്ക് പോകുവാൻ ധൈര്യം വന്നില്ല. മുന്നിലെ കറുത്ത മഞ്ഞ് വകഞ്ഞു മാറ്റി 10 അടി അകലത്തിൽ ഒരു കൂറ്റൻ പാറ പോലെ അവൻ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ബന്ദിപ്പൂർ മോഴ. അവൻ്റെ രൂപം കണ്ട് മോറിസ് പകച്ചുപോയി. മല പോലെയുള്ള ശരീരം, കൊമ്പുകളില്ലാത്ത കൂറ്റൻ തല, അവൻ്റെ കറുത്ത തൊലിപ്പുറത്ത് പഴയ തീപ്പൊള്ളലേറ്റ പാട് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. എങ്കിലും അവൻ്റെ കണ്ണിലെ കോപവും കത്തിജ്വലിക്കുന്ന ആ കണ്ണുകളും അവനിൽ വല്ലാത്തൊരു ഭയം നിറയ്ക്കുവാൻ പോകുന്നതാണെന്ന് തോന്നിപ്പോയി. മോഴയാന തൻ്റെ കൂറ്റൻ തുമ്പിക്കൈ ഉയർത്തി വായുവിൽ വീശി അവൻ മോറിസിന് നേരെ 1-ാമത്തെ ചുവട് വെച്ചു. മോറിസ് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തൻ്റെ .450 അഡാപ്റ്റ് എക്സ്പ്രസ് തോക്ക് തോളിലേക്ക് ഉയർത്തി. തോക്കിൻ്റെ കുഴൽ കൃത്യമായി ആ മോഴയുടെ നെറ്റിത്തടത്തിന് നേരെ നീണ്ടു. വിരൽ ട്രിഗറിലേക്ക് അമർന്നു. ഒരൊറ്റ വെടി മതി ആ ഭീമൻ്റെ തലയോട്ടി തകർന്ന് തുളഞ്ഞു പോകുവാൻ. എന്നാൽ തോക്കിൻ കുഴലിലൂടെ ആനയുടെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ മോറിസിൻ്റെ കൈകൾ വിറയ്ക്കുവാൻ തുടങ്ങി. ആ കണ്ണുകളിൽ അവൻ കണ്ടത് ആക്രമിക്കുവാനുള്ള ക്രൂരതയായിരുന്നില്ല,
മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ്റെ തീയിൽ വെന്തു മരിച്ച സ്വന്തം അമ്മയെ ഓർക്കുന്ന, മനുഷ്യരാൽ മുറിവേറ്റ ഒരു പാവം ജീവിയുടെ ആഴത്തിലുള്ള സങ്കടമായിരുന്നു. കാട് തട്ടിയെടുത്ത മനുഷ്യരോടുള്ള ചോദ്യമായിരുന്നു ആ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത്. മോറിസിൻ്റെ മനസ്സിൽ കരിയൻ്റെ വാക്കുകൾ മുഴങ്ങുവാൻ തുടങ്ങി. അവൻ ക്രൂരനായതല്ല സാഹിബ്, അവൻ കാടിൻ്റെ വേദനയാണ്. മോഴയാന വീണ്ടും അവൻ്റെ രണ്ടാമത്തെ ചുവടും വെച്ചു. അവൻ മോറിസിൻ്റെ തൊട്ടു മുന്നിലെത്തിയിരിക്കുന്നു. ആനയുടെ ശ്വാസത്തിൻ്റെ ചൂട് മോറിസിൻ്റെ മുഖത്തടിച്ചു. പക്ഷേ ആ വേട്ടക്കാരന് ട്രിഗർ വലിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി തോക്ക് പതുക്കെ താഴേക്ക് താഴ്ത്തി. ആ മോഴയാന തൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം തുറിച്ചു നോക്കി. അവൻ മോറിസിനെ ആക്രമിച്ചില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്ന വേട്ടക്കാരൻ തൻ്റെ ജീവനെടുക്കാൻ വന്നവനല്ലെന്നും, മറിച്ച് തൻ്റെ വേദന മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും ആ മൃഗം ഒരു പക്ഷേ തിരിച്ചറിഞ്ഞിരിക്കാം. കാട് കുലുങ്ങുന്ന ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആ മോഴയാന പതുക്കെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. താഴ്വരയിലെ കനത്ത മൂടൽമഞ്ഞിലേക്കും മഴയിലേക്കും അവൻ പതുക്കെ മാഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ ജോൺ മോറിസ് തൻ്റെ ബംഗ്ലാവിലേക്ക് മടങ്ങിയെത്തി. മദ്രാസ് പ്രസിഡൻസിയിലെ ഉദ്യോഗസ്ഥർ അയാളോട് ചോദിച്ചു, മോറിസ്, ആ മോഴയാനെ നീ വെടിവെച്ചു കൊന്നോ? അവൻ്റെ തലയോട്ടി എവിടെയാണ്? മോറിസ് തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ റൈഫിലുണ്ടല്ലോ, അതിൻ്റെ ബോക്സിലേക്ക് തിരിച്ചു വയ്ക്കുകയും അത് പൂട്ടുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ആ കാടുകളിൽ ഞാനൊരു നരഭോജിയെയോ ക്രൂരനായ മൃഗത്തെയോ കണ്ടില്ല. അവിടെ ഞാൻ കണ്ടത് മനുഷ്യൻ്റെ ക്രൂരത മൂലം മുറിവേറ്റ കാടിൻ്റെ യഥാർത്ഥ സംരക്ഷകനെയാണ്. അവനെ കൊല്ലാൻ ഈ ലോകത്തിലെ ഒരു തോക്കുകൾക്കും കഴിയില്ല. അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് മോറിസ് ഇന്ത്യയിലെ തൻ്റെ ജോലി രാജിവെച്ച് ലണ്ടനിലേക്ക് മടങ്ങിയത്. വർഷങ്ങൾ പലത് കടന്നുപോയി. ബ്രിട്ടീഷുകാരുടെ ഭരണമൊക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇന്നും കർണാടക, കേരളം, തമിഴ്നാട്ട് അതിർത്തിയിലെ കനത്ത മൂടൽമഞ്ഞുള്ള രാത്രിയിൽ വയനാടൻ കാടുകളിൽ നിന്നും ആ ശബ്ദം കേൾക്കാമെന്ന് പഴമക്കാർ പറയാറുണ്ട്. ആ ശബ്ദം കൊമ്പുകളില്ലാത്ത, എന്നാൽ വയനാടൻ കാടുകളുടെ അതിർത്തി കാക്കുന്ന ആ അതികായൻ്റെ ശബ്ദമാണെന്ന്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ എന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.